നമസ്കാരം ഫ്രണ്ട്സ്, അപ്പു ആണ്. എല്ലാവർക്കും അപ്പുക്കുട്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭാരത് ബന്ധായിട്ട് എന്താണ് റോഡിലെ അവസ്ഥയെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ബട്ട് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഈരാറ്റിൻപുറം എക്കോ ടൂറിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് നമ്മളെ റീജിയനിലെ ആൾക്കാർക്കൊന്നും ഈ സ്പോട്ട് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോയി. ഞാൻ ഇതേപോലെ ഏതോ ഒരാൾ യൂട്യൂബിൽ എന്തോ ഒരു സംഭവത്തിൽ ഇട്ടിരുന്നു. പുള്ളി യാദൃശ്ചികമായിട്ട് പോയത് അങ്ങനെ എന്തോ ആണ്, നടന്നു പോയത് അങ്ങനെ എന്തോ ഒരു വ്ളോഗായിരുന്നു അത്. പുള്ളി ജോഗൊക്കെ ചെയ്തു ജോഗോ സൈക്ലിങ്ങോ അങ്ങനെ എന്തോ ആണ് ചെയ്തു പോയത്, അല്ല റൈഡ് ചെയ്തല്ല പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഞാൻ ആ ഒരു ഇത് ചേസ് ചെയ്ത് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വിട്ടു. ബട്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് 1-2 പേര് പോയി. അവർ പോയപ്പോഴൊക്കെ എന്നെ വിളിച്ച്. എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വേറെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പോയവരെല്ലാം എന്നെ വിളിച്ച്. ഒരാളുടെ കൂടെ 1-2 പേരുടെ കൂടെ ഞാൻ പോയി. അങ്ങനെ ഒരു അടിപൊളി സ്പോട്ടാണ്. ബട്ട് ഞാൻ അത് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷൂട്ടിങ്. അങ്ങോട്ട് പോകുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ മൈക്ക് അഡാപ്റ്റർ കളഞ്ഞു പോയി. മൈക്ക് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ക്യാമറ HD ആയിട്ട് റെക്കോർഡ് ചെയ്യും. ബട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഈ വിൻഡിൻ്റെ സൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് പ്രശ്നം. നിൽക്കുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ആ സ്പോട്ടിലേക്കാണ്. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ എത്രയായി? സമയം 2:20. ഭാരത് ബന്ധാണ്, എന്താവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വിടാം. ഈ സ്പോട്ട് കണ്ടില്ലേ? ഒരു കിടിലൻ സ്പോട്ടാണ്. ഇതെൻ്റെ സുഹൃത്താണ്. ഇവൻ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഹായ്. അങ്ങനെ നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ്. ഈ സ്പോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ കുറച്ച് താഴെയുള്ള സ്ഥലങ്ങളാണ്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ വെച്ച് അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൈഡ് ആരംഭിക്കാം. യെസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ വഴി പോകണേ? നമുക്ക് നേരെ ഓടിക്കാം. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നേരെ അങ്ങോട്ട് വിട്ടു പോകും. എങ്ങനെയുണ്ട് ഈ സ്പോട്ട്? ഒരു പക്ക നാട്ടും പ്രദേശം. അതിൻ്റെ നടുക്കൂടെ ഒരു അടിപൊളി റോഡൊക്കെ. യെസ്, അതാണ്. അങ്ങനെ ഒരു സ്പോട്ടാണത്. നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുക്കുക. പവർ ബാങ്ക് എടുത്തില്ല, കുഴപ്പമില്ല. വൺ സൈഡ് ഷൂട്ട് ചെയ്യാനുള്ള ഉണ്ടാവും. ഈ 4K ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് വേഗം തീരുന്നതായിരിക്കും. സോ Insta360 എടുക്കുന്ന ആൾക്കാർക്കുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. Insta360 4K ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം ചാർജ് ചെയ്യുക. സോ നിങ്ങൾ പവർ ബാങ്ക്, അഡീഷണൽ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിരിക്കേണ്ടതാണ്. Insta360 ഒറിജിനൽ ആക്സസറീസൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ ബ്രാൻഡിൻ്റെയാണ് മേടിച്ചിരിക്കുന്നത്. പക്ഷെ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും ഓക്കെയാണ്, യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത്ര ടൈറ്റ് അല്ല, നോട്ട് സോ പ്രീമിയം, അങ്ങനെയുള്ള പരിപാടികളാണ്. Insta360 സെൽഫി സ്റ്റിക്കൊക്കെ 10,000-ന് മേളിലാണ് പ്രൈസ് വരുന്നത്. ഇൻവിൻസിബിൾ സെൽഫി സ്റ്റിക്ക്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മേടിക്കണം. സോ ഓഫ് റോഡാണ്, ഫ്രീ ഓഫ് റോഡാണ് അവിടെ. ഫ്രീ ആയിട്ട് ഓഫ് റോഡ് ചെയ്യാം. ഒരു സ്ഥലങ്ങളിലും പോകണ്ട. നമ്മളെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ നാട്ടിൽ എല്ലാം ഉണ്ടാവും. ഒരു എസ്തെറ്റിക് ഹോട്ടലാണ് കേട്ടോ, ട്രഡീഷണൽ. കുറേ കാലമായി. മൈ ലുക്ക്. യെസ്, മൈ ലുക്ക് ഈസ് ഏവസം. ഇതിൽ ഓഫ് റോഡല്ലേ, രക്ഷയില്ലാത്ത റോഡാണ്. ഇതൊക്കെ എത്ര കാലമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നറിയോ? അയ്യോ, ഒന്നും പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ നോർമലി നമ്മളിപ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നല്ല അടിപൊളി റോഡാണ്. ഓഫ് റോഡൊക്കെ ചെയ്ത് കിടുവായിട്ട് പോവാം.
അതൊക്കെയാണ്. നമുക്ക് നേരെ പോകേണ്ടത് വലിയർത്തിലേക്കാണ്. വലിയർത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക്. അപ്പോൾ ഈ സ്പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ വുമൺസുമായിട്ടൊന്നും നിങ്ങൾ പോകാൻ നിൽക്കണ്ട. ആനക്കുട്ടനല്ല, ആനച്ചേട്ടൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സോ അതൊക്കെയാണ്. ഈ സ്പോട്ടിൽ വുമൺസിനെയൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഈ സ്പോട്ട് റെക്കമെൻഡ് ഓൺലി ഫോർ ബോയ്സ് ആണ്. വുമൺസായിട്ടൊന്നും ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടൊന്നും നിങ്ങൾ പോകാനായിട്ട് നിൽക്കേണ്ട സ്പോട്ടല്ല. സോ ഓൺലി ഫോർ ബോയ്സ് ആണ്. പിന്നെ മാത്രമല്ല വളരെ റിസ്കി ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഈ സ്പോട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള സ്പോട്ടാണ്. ഭയങ്കര ചറക്കലും വെള്ളച്ചാട്ടമാണ്. മാത്രമല്ല നിങ്ങളവിടെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ജസ്റ്റ് കൈയും കാലും കഴുകുക, ജസ്റ്റ് അവിടെ ഇരിക്കുക, സൈറ്റ്സ് ചെയ്യുക, പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, പോവുക. അതാണ് ഏറ്റവും നല്ലത്. അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് പേര് മരണപ്പെട്ട സ്പോട്ടാണ്. സോ അവിടെ പണ്ട് ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ വഴി വെച്ചപ്പോൾ മാമന്മാരൊക്കെ വളരെയധികം ഇതോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എന്താ അവിടെ പോകണമെന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇല്ല മാമ, ഇങ്ങനെ സൈറ്റ് സീയിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ മക്കളെ, സൂക്ഷിച്ചൊക്കെ പോകണം, അവിടെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ മരണപ്പെട്ടിട്ടുള്ളതൊക്കെയാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ്. നിങ്ങളപ്പം വളരെയധികം ശ്രദ്ധയോടുകൂടി അങ്ങോട്ട് പോവുക. സ്ത്രീകളും ആയിട്ട് ഒട്ടും അവിടെ പോകാനായിട്ട് നിൽക്കേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മദ്യപിക്കാനൊക്കെ ഉള്ള ആൾക്കാർ, ലോക്കൽസ് ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. എസ്പെഷ്യലി ഈ അവധി ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിലും അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള വുമൺസുമായിട്ട് നിങ്ങൾ ഒരിക്കലും പോരുത്. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരും ആൾക്കാരൊക്കെ ഉണ്ടാവും. സദാചാര ഗുണ്ടകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതൊരു സ്ഥലത്തെയും പോലെ. എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല, പക്ഷെ അവിടെ ഉണ്ട്. ബോയ്സ് മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാലും വളരെയധികം ശ്രദ്ധയോട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ട് സ്ത്രീകളെ ഒന്നും കൊണ്ടുപോകാനായിട്ട് നിൽക്കേണ്ട. ഓൺലി ഫോർ ബോയ്സാണ് ഈ സ്പോട്ട്. പിന്നെ അവിടുത്തെ മെയിൻ സ്പോട്ടിലും അവിടെ ഒക്കെ സ്ത്രീകളായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങ് സൈഡിലേക്ക് നമ്മളിപ്പോൾ ഞാൻ സാധാരണ പോകുന്ന ആ സ്പോട്ടിലോട്ടൊക്കെ സ്ത്രീകളെ കൊണ്ട് പോകണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ കൊണ്ടുവരാം. നിങ്ങൾക്ക് അവിടുത്തെ മെയിൻ അതിൻ്റെ എക്കോ ടൂറിസം പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാൻ പാകത്തിനുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അടിപൊളിയായിട്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ സൈഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ സ്ത്രീകളെ ഒന്നും കൊണ്ടുപോകരുത്. അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും. പിന്നെ മാത്രമല്ല അവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ലോക്കൽസ്, നാട്ടുകാരുണ്ടാവും, ചെറുപ്പക്കാർ, കുട്ടികൾ, പയ്യന്മാർ, ബോയ്സ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ സ്ത്രീകളെ ഒന്നും കൊണ്ടങ്ങോട്ട് പോയാലും അറിയാമല്ലോ, ഇല്ല കുളിക്കുന്നവർ അവരുടെ രീതികളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ അതിൻ്റെ മെയിൻ സംഭവമൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ നല്ല ചായക്കടകളും ഫുഡൊക്കെ കിട്ടും. ഒന്ന് കഴിച്ച് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. വീട്ടിലെ സ്പോട്ടാണ്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. ഞാനിപ്പോൾ ഒരു വർഷമായി അങ്ങോട്ട് പോയിട്ട്. അതിന് മുമ്പ് സ്ഥിരം പോകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അവിടെ പോയി ഞാൻ നൈസിന് അവിടെ സൈഡിൽ നിന്നിട്ടൊക്കെ കുളിക്കും. പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് കാലൊക്കെ വെച്ച് നിന്ന് കുളിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിമ്മറാണ്. പക്ഷേ സ്വിമ്മേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാനും ഇപ്പോൾ വളരെയധികം സൂക്ഷിക്കുകയാണ്. നമുക്ക് പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെയുള്ള വേഷം കെട്ടുകളും അങ്ങനെയുള്ള സാഹസികതകൾക്കും മുതിരാൻ പാടില്ല. അങ്ങനെ കുളിക്കാറൊക്കെ ഉണ്ട്. തോർത്തൊക്കെ ആയിട്ട് പോകും, കുളിച്ച്. അവിടെ എന്ന് കുളിച്ചാലും പനിയും വയ്യായികയൊക്കെയാണ്. എനിക്കങ്ങനെ ഒരു ചെറിയ ടാസ്ക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുളിക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിയത്. അവിടെ നൈസിൽ പാറക്കെട്ടിൻ്റെ ഇടയിൽ കാല് വെച്ച് നിന്ന് നമ്മളവിടെ കുളിച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ വരും. പ്രാവച്ചമ്പലം, ഇതാണ് പ്രാവച്ചമ്പലം ജംഗ്ഷൻ, പ്രാവച്ചമ്പലം സിഗ്നൽ. അവിടെ നേരെ ലെഫ്റ്റിലേക്ക് ഈ റോഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ
മനസ്സ് ശോകമാവണ സമയത്ത് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകും, ഒറ്റയ്ക്ക് പോവും. അവിടെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരും. പക്ഷെ അതൊരു ഷൂട്ടും ചെയ്യും. അന്ന് എനിക്ക് ആക്ഷൻ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. 1 വർഷം മുമ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. മിക്ക മാസം വരുവാണെങ്കിൽ വരും, അല്ലെങ്കിൽ 1-2 തവണയൊക്കെ വരുള്ളൂ. അങ്ങനൊരു സ്പോട്ടായിരുന്നു, കിടിലൻ സ്പോട്ടാണ്. ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ സോളോ ആണ്. എനിക്ക് സോളോ പോകാനാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആരെയും അധികം കൂട്ടാത്തത്. ഇവൻ പിന്നെ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് ഇവൻ ഉണ്ടാവും എൻ്റെ കൂടെ കുറച്ച് ദിവസം പോകുന്നത്. ഈ മാസം തന്നെ പോകും. ഈ മാസം 1 മാസം കാണുള്ളൂ. സോ സോളോ ആയിട്ടുള്ള റൈഡുകളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം. ഗ്രൂപ്പായിട്ടുള്ള റൈഡിനെക്കാട്ടിലും സോളോ റൈഡിനോടാണ് എനിക്ക് പേഴ്സണലി ഹാർഡ് കോർ ആയിട്ടുള്ള പ്രണയം. സോ ഞാനതാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പോയാലേ ആ ഒരു സുഖം കിട്ടുള്ളൂ. കൂട്ടമായിട്ട് പോയാൽ ആ ഒരു ഗുമ്മില്ല. സോ കൂട്ടമായിട്ട് പോയാലും ഒരുമിച്ച് പോയാലും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. സോ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം എല്ലാ ആൾക്കാരും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പെടും. ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തരാവണം നിങ്ങൾ. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് വിസിറ്റ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും വരാം, റൊമാൻസായിട്ടൊക്കെ വരാം. പക്ഷെ തീരെ അങ്ങോട്ട് സൈഡിൽ വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഓരോന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കാരുടെയും ഫ്രീഡം തടയിടാനൊന്നും സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇതാണ്. അപ്പോൾ അങ്ങനൊരു സ്പോട്ടാണത്. ഇപ്പോൾ മുട്ടമൂടി ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നാവച്ചമ്പലം, അരിക്കിടമുക്ക്, മുട്ടമൂട് ഫുൾ നേരെ സ്ട്രൈറ്റ് റോഡ് വെച്ച് മെയിൻ റോഡ് സ്ട്രൈറ്റ് പിടിച്ച് പോയാൽ ഒരു മെയിൻ റോഡ് ഒന്ന് പോകുന്ന മെയിൻ റോഡ് വെച്ച് പിടിച്ച് നേരെ വലിയർത്ത് നൈസാണ്. എന്ത് ഞാൻ പറയാം. ഇവിടെ പോയി കുളിയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ എസ്തെറ്റിക് സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തേക്ക് പോകുന്ന റൂട്ടുകളാണ്. സിറ്റി പോലെയൊക്കെ ഇങ്ങനെയൊക്കെ റോഡൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതല്ല, ഇതൊക്കെ നാട്ടിൻ പ്രദേശത്തേക്ക് പോകുന്ന റോഡുകളാണ്. ഇനി അങ്ങോട്ട് നാട്ടിൻ പ്രദേശം, പിന്നെ ഓരോരോ സൈഡുകളുണ്ട്. ഇത് മാത്രമല്ല, ഈ റൂട്ട് മാത്രമല്ല, ഇതേപോലെ പല റൂട്ടുകളുണ്ട്. റൂട്ടുകളെല്ലാം നാട്ടും പ്രദേശത്തേക്ക്. അപ്പോൾ നല്ല അടിപൊളി ട്രഡീഷണൽ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും, നല്ല കിടിലൻ സ്പോട്ടുകൾ. ഇങ്ങോട്ടൊക്കെ ഒന്നും എക്സ്പ്ലോർ ചെയ്യണം ഹാർഡ് കോറായിട്ട്. ഇത് മുട്ടമൂട് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് വീണ്ടും നേരെ പോകും. അപ്പോൾ CD100 ഇന്നത്തെ യാത്ര. ഡോമിനോറിൻ്റെ എക്സോസ്റ്റ് ഇല്ല, വേറൊരു സ്ഥലത്തിരിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അത് കുറേ നാളെ എടുത്തിട്ട്. പോരാത്തന്നെ എൻജിൻ ഓയിൽ കുറവാണ്. എൻജിൻ ഓയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. എക്സോസ്റ്റ് ഇല്ല. എക്സോസ്റ്റ് വെച്ചാലേ അത് ഇറക്കാൻ പറ്റും. അത് വേറൊരു സ്ഥലത്ത് എക്സോസ്റ്റൊക്കെ ഇല്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ ടാസ്ക് ആവും. ഇത് നടക്കൂല, പേല തൂക്കും. അത്രയ്ക്ക് ലൗഡാണ് ഡോമിനോർ ഓൾറെഡി ഉള്ള അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. അതിൻ്റെ എക്സോസ്റ്റ് നമ്മൾ ഊരി വെച്ച് കഴിഞ്ഞാലുള്ള സൗണ്ട് എന്ന് പറയുന്നത് ഭയാനകമാണ്, വേറെ ലെവൽ. സൂപ്പർ ബൈക്ക്, ഒരു 1000cc വണ്ടി വരുന്ന അതേ സൗണ്ടാണ്. അത്രയ്ക്ക് ലൗഡാണ്, വളരെ ലൗഡാണ്. ഇപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരു വേർഡും കൂടെ ചേർത്ത് പറയായിരുന്നു. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു ലൗഡ്നെസ്സാണ് അതിൽ പുറപ്പെടുവിക്കുന്നത്. സോ അതുകൊണ്ട് അതില്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. CD100 നമ്മുടെ പരിപാടികളൊക്കെ. CD100 ഒരു രക്ഷയില്ല. ഇത് പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പുതിയ ഷോക്ക്, പുതിയ മഡ്ഗാർഡ്, പിന്നെല്ലാം, പിന്നെ പുതിയല്ല അങ്ങനെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പുതിയ പിസ്റ്റണാണ്, പുതിയ സിലിണ്ടർ കിറ്റാണ്, പിന്നെ പുതിയ ക്രാങ്കാണ്, എല്ലാം പുതിയ മിറർ, എല്ലാം ടോപ്പ് ടു ബോട്ടം. എയർ ഫിൽട്ടർ പരിപാടികൾ എല്ലാം ഫുൾ സെറ്റ് ചെയ്യും. പുതിയ സസ്പെൻഷൻ, എൻഡ്യൂറൻസിൻ്റെ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ബുഷ്,
പുതിയ ബാറ്ററി ആമറോൺ പ്രോ റൈഡറുണ്ട്. ഇത് നരുവാമൂടി ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് വീണ്ടും നേരെ ഫുൾ നേരെ. എന്നാ മരമല്ലേ പൊളി. അപ്പോൾ പുതിയ ആമറോൺ പ്രോ റൈഡറിൻ്റെ ബാറ്ററി അതൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുക്കെ ഇപ്പോൾ ഫുൾ സെറ്റാണ്. ഫുൾ റിനോവേഷൻ കഴിഞ്ഞു വണ്ടി. ഇനി ഇതൊന്ന് വാട്ടർ വാഷും കൂടെ ചെയ്യണം. പിന്നെ മഴക്കാലമായിരുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതെ വെച്ചതാണ്. ഇപ്പോൾ വെറിയായി വെയിലാണ്. ഇപ്പോൾ കുറേ കാലം എടുത്തിട്ട് വേണ്ടത്. ഇവിടെ എന്നാ വെയിലാണ്. ബാക്കി എല്ലായിടത്തും വരും മഴയാണെന്നാണ് അറിഞ്ഞത്. ഇവിടെ വെയിലോട് വെയിൽ, ഞെരിച്ച വെയിൽ. ഇന്നിപ്പോൾ വെയിൽ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്. അത്യാവശ്യം വെയിലുണ്ട്, അറിയാൻ പറ്റാത്ത. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. CD100 ഫുൾ റിനോവേഷൻ കഴിഞ്ഞാണ്. ഇതൊന്ന് വാട്ടർ വാഷ് ചെയ്യണം. ഇപ്പോൾ ഡിസംബറിൽ ടെസ്റ്റാണ്. പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണമല്ലോ. എല്ലാം സെറ്റ് ചെയ്യാൻ ബാക്കിയെല്ലാം സെറ്റാണ്. വണ്ടി ഫുൾ സെറ്റാണ്, ഒന്നും പറയില്ല. ഈ വണ്ടിയെ നമ്മളങ്ങ് പ്രണയിച്ചു. ഈ വണ്ടി വന്നതിന് ശേഷം ഡോമിനോറിനെ ഒരുപാട് കാലമായിട്ട് ഷെഡിൽ കയറ്റിയിട്ടുണ്ട്. അത്രയ്ക്ക് ഫീലാണ് ഈ ഒരു വണ്ടിക്ക്. ഇത് CD100 SS 1998. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മറ്റ് ഫസ്റ്റ് ഓണറിൻ്റെ സെക്കൻഡ്സ് മേടിച്ചതാണ്. ഇതൊരു വിൻറ്റേജ് സാധനം സ്വന്തമാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എനിക്കുണ്ടായിരുന്നൊരു വണ്ടി CC പിടിച്ച് പോയി വെറുതെ. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എടുത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് ഈ വണ്ടി എടുത്തത്. ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് ബാങ്കിൽ 30,000 രൂപ അടയ്ക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ടാസ്ക്കായി. ഒരു ഫണ്ടൊന്നും ആവില്ലെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് എത്രയായി. പിന്നെ പണി കിട്ടി ഗൈസ്, ഒന്നും പറയാനില്ല, പെട്ടു ഗൈസ്. അങ്ങനെ ഒരു വിൻറ്റേജ് വണ്ടി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടി എടുത്തത്. എടുക്കൂല. നല്ല ചിലവുണ്ട് കേട്ടോ. വണ്ടികളെ അധികം പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പോക്കറ്റ് കാര്യമാവും. ഒന്നും പറയില്ല, നിങ്ങൾ പെടും. ഞാൻ തെണ്ടി ഇരുന്നിട്ടുണ്ട് എത്രയോ തവണ. ഞാൻ ഒരുപാട് പണികൾ വന്നിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ഓണറിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഞാൻ ഒരു 40,000 രൂപയ്ക്ക് പണിതു. 40,000 രൂപയുടെ പണിയാണ് ഇതുവരെ ഈ വണ്ടിക്കായത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്, വിൻറ്റേജ് വണ്ടിയാണ്. പിന്നെ പലരും വന്ന് ചോദിക്കും 85 മൈലേജ് ഇല്ലെന്ന്. അത്രയൊക്കെ മൈലേജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയൊന്നും മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. തീരെ പതുക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ബട്ട് എനിക്കറിയില്ല. എനിക്കൊരു ഫീൽ ചെയ്ത ഒരു 65 ഒരു 65 ആ ഒരു റേഞ്ചിലാണ് ഫീൽ ചെയ്തത്. നമ്മളുടെ ഒരു സ്പീഡും എടുത്ത് വെച്ചിട്ട് ഞാൻ ഇഴഞ്ഞ് തന്നെ പോവുള്ളൂ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ച്. എന്നെ ആരെങ്കിലും വന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചൊറി കഴിച്ച് ആ ലെഫ്റ്റ് സൈഡിലൊരു മൂല പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. ആരെങ്കിലും വന്ന് എനിക്കിട്ട് നല്ല പണി തരും. അതായത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ പണി തരും. അപ്പം എനിക്ക് ഇളവും. അപ്പം ഞാൻ നേരെ പോയി ചൊറി വിടും. അപ്പോഴാണ് ഈ വണ്ടി വേറെ ലെവലിൽ കയറി പോകണം. സോ അതുകൊണ്ടാണ് ഞാൻ സാധാരണ പോകണം അതേ സ്പീഡിൽ തന്നെ അങ്ങനെ പോയാൽ സെറ്റായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നതുകൊണ്ട് മൈലേജും വ്യത്യാസമായിരിക്കും. ചില സ്പ്ലെൻഡറുകളികളൊക്കെ വന്നിട്ട് ചൊറിയാറുണ്ട്. ഞാൻ ഒരു സൈഡിൽ കൂടെ ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയും എന്നാലും വരും ചൊറിയാനായിട്ട്. എന്ത് വന്നാലും നമ്മളെ ചെറുക്കാൻ ഒരു രക്ഷയില്ലാത്ത പവറാണ്. അടിച്ച് തൂക്കും, അമ്മാതിരി പവറാണ്. പിന്നെ അതെന്നെ കൊണ്ട് അടുപ്പിക്കാൻ നിൽക്കേണ്ടായിരുന്നു. ഈ റോഡൊരു കിടില റോഡാണ്. ഒരുപാട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള റോഡുകളാണ്. ആർച്ചൊക്കെ വെച്ച് എന്നെ ഒരു നാട്ടും പ്രദേശം ഒരു എസ്തെറ്റിക്സ് അല്ലേ. നോക്കിയേ പൊളി. ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയില്ല നമ്മുടെ നാട്ടിലിരിക്കണം. ഇവിടെ അല്ലാതെ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുമോ? ഇപ്പോൾ CD100 കാര്യം അതൊക്കെയാണ്. ഇവനെ ഫുൾ പണിത് വെച്ചിരിക്കുകയാണ്. കുറേ പൈസയായി. ഇനി ഇത് ഓടിച്ചുകൊണ്ട് നടക്കും. ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്താൽ ടെസ്റ്റിന് പറ്റില്ല. ഇതൊന്ന് വാട്ടർ വാഷ് ചെയ്യണം. ഫുൾ ചെളിയൊക്കെയാണ് ഇരിക്കണം. ഫുൾ ചെളിയാണ്. വാട്ടർ വാഷ് ചെയ്യുമ്പോൾ ചെറിയ പൊളിയാണ്. ഇതിൽ പോകണതാണ് പൊളി. ഒരു വൈബാണ്. സമാധാനമായിട്ട് നൈസ് വൈബിൽ കേട്ടിലോട്ട് പോകാം. ലോങ് വളരെ അഗ്രസീവായിട്ടുള്ളൊരിതാണ്. ഫുൾ ടൈം നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാനായിരിക്കും. ഭയങ്കര ഹൈ ആയിരിക്കും നമ്മൾ. സോ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല. ലോങ് അടിച്ച് തൂക്കും. റോക്കറ്റ് പോലൊരു യാത്ര. ഇതിലാകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് പതുക്കെ വൈബടിച്ച് വാചകം അടിച്ച് സൂപ്പറായിട്ട് പോകാനായിട്ട് സാധിക്കും. ഡോമിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. ഇങ്ങനെ സംസാരിക്കാനല്ലേ പറ്റൂ. ബ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിച്ചില്ല പറ്റും. പക്ഷെ ഇത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല ഡോമിൽ. നോക്കാം, പൊളിയായിരിക്കും. ഡോം വരുന്നുണ്ട്. അത് നമുക്ക് CD യാത്രകളൊക്കെ പോകാം.
നല്ല കിടിലൻ കണ്ടൻറ്റുകളൊക്കെ വരുന്നുള്ളൂ. ഞാനിങ്ങനെ ട്രഡീഷണൽ സ്പോട്ടുകൾ, ഫുഡ് സ്പോട്ടുകളൊക്കെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി വ്ളോഗ് ചെയ്യാനായിട്ട് ആഗ്രഹം. ഞാൻ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ജീവിതം നയിച്ച ആൾക്കാരെ അവരെ ഇങ്ങനെ പുറത്തേക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ അവരത് അർഹിക്കുന്നു. പുതിയ ഏത് സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഫുഡ് എടുക്കാനായിട്ട് ഒരിടത്തും എടുക്കണ്ടെന്നൊന്നും പറയില്ല. പക്ഷേ പഴയ സ്പോട്ടുകളിൽ ചിലർ ഇപ്പോൾ പറയും, ചിലർക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. അവർക്ക് ഭയങ്കര ഒരു ഫ്ലൈറ്റൊക്കെ ഉള്ളത്, ഒരു ക്യാമറ ഫ്ലൈറ്റും പിന്നെ അങ്ങനെയുള്ള മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ട് പറയും മക്കളെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാളും. പിന്നെ പക്ഷെ പുതിയ ഏത് കടയിൽ പോയി നോക്കും, ഒരിക്കലും അവർ പറയില്ല എടുക്കണ്ട, എടുത്തോ, ചോദിക്കുക പോലും വേണ്ട, എടുക്കും. പക്ഷെ പുതിയ സ്പോട്ടുകളിലൊന്നും ആ ഒരു എസ്തെറ്റിക്സ് കിട്ടത്തില്ല. പിന്നെ പഴയ എക്സ്പീരിയൻസും ഇതും കൂടുമ്പോഴാണ് എല്ലാത്തിൻ്റെ രുചി കൂടുന്നത്. അപ്പോൾ പഴയ സ്പോട്ടുകളിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരിക്കലും പുതിയ സ്പോട്ടുകളിൽ നമുക്കത് കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു എസ്തെറ്റിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണശാലകളും ഹോട്ടലുകളും ഇങ്ങനെയുള്ള ഒരു എസ്തെറ്റിക്സ് തേടിയാണ് എൻ്റെ യാത്ര. നമ്മളുടെ ലൈഫിൽ ചെറുപ്പത്തിലും ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മറന്നു കഴിഞ്ഞു, അതൊക്കെ ഓർമ്മയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ ആ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു പഴയ കാലഘട്ടമൊന്നും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ല. നമ്മളെല്ലാവരും ഒരേ പായിൽ മുമ്പ് ഉറങ്ങി അടിപൊളിയായിട്ട് ക്രിക്കറ്റൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് കളന്ന ഒരു കാലഘട്ടം എല്ലാം പോയി. ആ ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ഇനി ഒരിക്കലും ഉള്ള പിള്ളേർക്കും അതൊന്നും കിട്ടത്തില്ല, കാണാനും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ല കിടിലൻ കണ്ടന്റും കിടിലൻ ട്രാവലും മോട്ടോ വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ഫുള്ളി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ എനിക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. ശരിക്കും വ്ളോഗ് ചെയ്യാനാണ് ശരിക്കും നാട്ടിൽ തന്നെ നിൽക്കുന്നത്. എനിക്ക് പുറത്ത് കൊണ്ട് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുറത്ത് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് പുറത്തുള്ള ഒരു എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലൊന്നും വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ വലിയർത്തല ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ട് മുമ്പ് കണ്ടാണ് വലിയർത്തല ജംഗ്ഷൻ. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് റോഡ് എടുത്ത് വലിയർത്തല ജംഗ്ഷനിൽ വന്നിട്ട് നിങ്ങൾ മാപ്പിൽ ഈരാറ്റിൻപുറം റിവർ വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞിട്ട് ഈരാറ്റിൻപുറം എന്ന് അടിക്കുമ്പോൾ തന്നെ അത് വരും. നിങ്ങളത് സെർച്ച് ചെയ്യുക. അവിടെ ഓൾമോസ്റ്റ് 5.4 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. നേരെ മാപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് പോയാൽ മാത്രം മതി, വേറെ പാടുകളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നല്ല കിടിലൻ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കിടിലൻ റൈഡുകളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം റൈഡുകളാണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകാനായിട്ടൊന്നും എനിക്ക് ആഗ്രഹമില്ലാത്തൊരാളാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഞാനിവിടെ നാട്ടിൽ തന്നെ നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹം ഒരു ട്രാവലർ വ്ളോഗർ ആവുക എന്നുള്ളതാണ്, ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരെയും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഇതിലേക്ക് നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ വളരെയധികം ആഗ്രഹങ്ങളോട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്ക് വളരെ പ്രഷറുകളുണ്ട്, ഏജും ഇല്ല. സോ പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നിങ്ങളെല്ലാം കാണുന്നവരെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഓക്കെ ചെയ്യണ്ട. ബട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്കത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വേറെ എന്താ പറയാനുള്ളത്? എല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ. സോ വളരെ പ്രഷേർഡായിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വേറെ ആർക്കും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. ബേസിക്കലി എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരാളാണെന്ന് ചിലപ്പോൾ തോന്നുന്ന ആൾക്കാർ ഏതെന്തോ പ്രശ്നം, പക്ഷെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ട് എല്ലാ ആൾക്കാരും. എന്തുവാണ് ഇതൊക്കെ
അവനൊക്കെ എന്തുവാ കാണിച്ചത് കണ്ടില്ലേ പോയത് വാണം വിട്ടോല്. ക്യാമറയിലെല്ലാം ഫീഡ് കാണാം പക്ഷെ കാര്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കത്തില്ല ഫ്രണ്ട്സ്, എല്ലാ പരിപാടികളും. അപ്പോൾ നിങ്ങൾ മാപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കി വന്നാൽ മാത്രം മതി. കറക്റ്റാണ് മാപ്പൊക്കെ, യാതൊരു പ്രശ്നമില്ല. പിന്നെ അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഏകദേശം വന്നിട്ട് ഇവിടെ നിന്ന് വേറൊരു റൂട്ട് വഴിയാണ് അവിടെ വരുന്നത്. അങ്ങനെ വേറെ വഴിയൊക്കെയാണ് പല തവണ പോയത്. പക്ഷെ ഇതാണ് പ്രോപ്പറായിട്ടുള്ള റൂട്ട്, അത് ഫോളോ ചെയ്യുക നിങ്ങൾ. അപ്പോൾ അതൊക്കെയാണ്. ഇവിടെ പമ്പൊക്കെ ഉണ്ട് നേരയുടെ, അത് പൊളിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പമ്പൊക്കെ ഉള്ളു, രക്ഷയില്ല ഒന്നും പറയില്ല. ഇതൊരു പാലമാണ്, നൈസല്ലേ കേടു. ഇവിടെ ഒന്നും ആരുമില്ല. എന്നെ പൊളിയ. ആഹാ, നല്ല റോഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ റൂറൽ റീജിയൻസിലൊക്കെ റോഡൊക്കെ ഒരു രക്ഷയില്ല. സിറ്റി റീജിയനിൽ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇതുപോലത്തെ റോഡ് നമുക്ക് കാണാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ട്രിവാൻഡ്രം മെയിൻ സിറ്റിയിൽ ഒരിക്കലും ഇത്രയും നല്ല റോഡുകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഈ റൂറൽ ഏരിയകളൊക്കെ നല്ല നല്ല വാർഡ് മെമ്പറും കൗൺസിലർമാരൊക്കെ അടിപൊളിയാണ്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് റോഡ് വെച്ചേക്കണം, സെറ്റ് കിട്ടുന്ന റോഡ്. പിന്നെ മാത്രമല്ല ഇങ്ങോട്ടൊന്നും അധികം അങ്ങനെ വലിയ വലിയ ഹെവി വണ്ടികളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതൊരു കാരണം കൂടെയാണ്. ഉള്ള വണ്ടികളൊക്കെ കയറി വരുമ്പോഴാണ് ഇതൊക്കെ തവിട് പൊടിയാവുന്നത്. ടയർ മോശമായതുകൊണ്ടാണ്. ഓ എന്നെ ഉള്ള സ്കൂളിൻ്റെ പഴയ നാട്ടും പ്രദേശത്തുള്ളൊരു സ്കൂൾ. ഈ റോഡ് വന്നതുകൊണ്ടാണ് ആ ഒരു പക്കാ നാട്ടും പ്രദേശത്തെ സ്കൂൾ കെടും. നല്ലൊരു ചായയൊക്കെ കുടിക്കണം. കടയുണ്ടോ ആവും, എവിടെയായിട്ടൊക്കെ കടകളുണ്ട്. ചെറുതായിട്ടൊക്കെ നൈസിലൊക്കെ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കണം, ചായയും കടിയൊക്കെ കഴിച്ച്. ആഹാ, എന്നാ രസമായിരിക്കും നല്ല ചോറ്. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഹർത്താലായതുകൊണ്ട് കടകളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലായിരുന്നു. കടകളൊന്നുമില്ല. ഇനി ചായക്കടകളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ തുറന്നിരിപ്പുണ്ട് അവിടെ എവിടെയായിട്ട് ചെറുതായിട്ട്. അവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെയുള്ള സ്പോട്ടുകൾ, ട്രഡീഷണൽ സ്പോട്ടുകളായിട്ടുള്ള ഒരുപാട് കിടിലൻ സ്പോട്ടുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പിലേക്ക്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ എൻ്റെ വ്ളോഗ്സിലൂടെ തരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, ഉദ്ദേശം. ഇതൊക്കെ ഒന്നുമല്ല കേസ്, നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം. ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ് പൂരത്തിന് മുമ്പുള്ള. ആ സ്പോട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് മക്കളെ സ്പോട്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കവാടം. ഇവിടെയാണ് നിങ്ങൾ നേരെ വന്ന് കയറുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് സൈറ്റ് സീയിങ് കാര്യങ്ങളും, ഇവിടെ ഒരു ക്ഷേത്രം കണ്ടില്ല അതിൻ്റെ സൈഡിലുള്ള ആ പോർഷനിലൊക്കെ പോയി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സൈറ്റൊക്കെ കണ്ട് ആഹാ എന്നെ പൊളിയല്ലേ. ഇവിടെ വണ്ടി നമുക്ക് ഇവിടെ ഒതുക്കാം. ആഹാ, CD100 ആ ഒരു നിപ്പ് കണ്ടില്ലേ, ചെറുക്കാനൊന്നും വിഷയമല്ല. യെസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലേടാ. അങ്ങനെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ. ഇനി പോകാനുണ്ട്, പക്ഷെ ക്യാമറയുടെ ചാർജ് തീരാറായി കേട്ടോ. എന്തായാലും നോക്കാം. പാവം CD100 ഇവിടെ എത്തിക്കണം. ആ ഡോമിനോറിനൊന്നും ഒരു പണി, ചെറുക്കെന്താ റെസ്റ്റ് ചെയ്യും. മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ആ ഒരു പാട്ടാണ് എനിക്കിവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞാൽ.
സ്പോട്ടാണെന്നറിയോ? നമുക്കിനി അങ്ങോട്ട് പോവാം മോനെ. ഫാമിലി ആയിട്ടൊന്നും നിങ്ങൾ ഇവിടെ വരാൻ നിൽക്കണ്ട. ലേഡീസിനെ കൊണ്ടുവരാൻ ലേഡീസ് മാത്രമായിട്ട് വരാൻ പറ്റുന്ന സ്പോട്ട്. നിങ്ങൾ വുമൻസിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യണം. അതായിരിക്കും ഒൺലി ഫോർ ബോയ്സ്. അതുകൊണ്ട് ചെറിയ സീനുകളുണ്ട്, സദാചാര പ്രശ്നങ്ങൾ, പേലയും വരും ഇടയ്ക്കലും. സോ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ കുഴപ്പമില്ല. ബട്ട് ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെയുള്ള ലോക്കൽ. നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടാവും, നമുക്ക് പ്രശ്നമില്ല. ഇതാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പോട്ട്. ഇത് ഏത് വഴി? ഇത് തന്നെ. താക്കോലെടുത്തോ? പെട്രോൾ ഓഫ് ചെയ്തല്ലോ. ഉണ്ട്. ഇവിടെ കുളിക്കാം. നമ്മളവിടെയാണ് പോകണം. നമ്മളവിടെയാണ് പോകാറുള്ളത്. ഇതാണ് ഈ സംഭവം. ഇങ്ങനെ ഉണ്ട്. ഇപ്പം മഴയൊക്കെ കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറച്ച് വളരെ റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് ഞാൻ ആരടുത്തും പറയില്ല. ബിക്കോസ് വളരെ റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇതാണ് സ്ഥലം. ഇതാണ് ആ സ്ഥലം. ഇടയ്ക്കൊന്നും അങ്ങോട്ട് വിടാതെ ഞാൻ നോക്കണം. ഇവിടെ ഒരു ദിവസം വന്ന് കുളിക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സാധനമൊന്നും പരിപാടികളൊന്നും എടുത്തില്ല. ഇല്ലെങ്കിലും കുളിക്കാമല്ലേ വേണമെങ്കിൽ. എന്തായാലും ക്യാമറയുടെ ചാർജ് തീരാറായിട്ടുണ്ട്. ഞാൻ പവർ ബാങ്ക് എടുത്തില്ല. പവർ ബാങ്ക് എടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ വലിയർത്തല വന്നിട്ട് നിങ്ങൾ ഈരാറ്റിൻപുറം എക്കോ ടൂറിസം എന്ന് പറഞ്ഞ് മാപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടെ എത്താനായിട്ട് സാധിക്കും. പക്ഷെ ഫാമിലി ആയിട്ടുള്ള ഒരാൾക്കും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒൺലി ബോയ്സ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് വേറെ ഏണികളൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണം. സോ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ്. ഇതൊരു അൺഹിഡൻ സ്പോട്ട് തന്നെയാണ്. അങ്ങനെയല്ല, അധികം അങ്ങനെ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് വളരെയധികം ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇനി ഇവിടെ വരുന്നവരൊക്കെ കൂടുതൽ ലൊക്കാലിറ്റി നാട്ടിൽ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ തന്നെ. സോ ഇവിടെ വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ പറഞ്ഞ ബാഹുബലി സിനിമയിലെ മറ്റേ തീവരയില്ലേ, ആ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ട് ചുമ്മാ കിടന്നുറങ്ങി. ആദ്യം വേറെ പയ്യന്മാരോട് വുമൻസൊക്കെ ഉണ്ടോ? ആണാണല്ലേ. സോ ദീപര
അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി. വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളമാണ്, ഒരു രക്ഷയില്ലാത്ത വെള്ളം. മേളിൽ നിന്ന് ആരും മൂത്രമൊഴിക്കാതിരുന്നാൽ നല്ല വെള്ളം കിട്ടും. അല്ല, ഇതിൽ മൂത്രമൊഴിക്കാറൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട്സ് പരിപാടികളൊക്കെ. 300 പാവം എന്നെ സമ്മതിക്കണം. ഞാൻ വണ്ടി ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വരാൻ പറ്റും. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ പൊതിച്ചോറൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു, ഇവിടെ ഇരുന്ന് കഴിച്ചു. ഇതിൽ വരും ഇതിനകത്തോട്ട് കയറിയോ. സാധനം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു മോട്ടോ വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഒന്നുമില്ല, കാണാൻ കിടക്കുന്നതുള്ളൊന്നും. എൻ്റെ മൈക്ക് അഡാപ്റ്ററും കൂടെ ഒന്ന് വന്നോട്ടെ. നമുക്ക് എക്സ്ട്രീമായിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായി.